everyone, this is the part 5 of our integration series. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇൻ്റഗ്രലിൽ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വരുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 അല്ലേ? നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. സോ ഇവിടെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ഡി എക്സ്. ഇനി 1/2 എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുത്ത് എഴുതാം. 1/2 ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് 2x ഡി എക്സ്. ഇനി നമുക്ക് സം ഓർ ഡിഫറൻസ് റൂൾ വെച്ചിട്ട് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? 1/2 ഇൻ്റഗ്രൽ 1 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ കോസ് 2x ഡി എക്സ്. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് ഇൻ്റഗ്രൽ കോസ് 2x ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യുക? കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? സൈൻ എക്സ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ കോസ് 2x ഇസ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡഡ് ബൈ 2 അല്ലേ? അതായത് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എക്സ്. അപ്പോൾ നമ്മളുടെ കോസ് 2xനെ സൈൻ 2x എന്ന് കൊടുത്തു. എന്നിട്ട് ഈ 2xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ 2x ബൈ 2. നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു സൈൻ 2x ഈക്വൽ ടു 1/2 എക്സ് മൈനസ് 1/2 ഇൻറ്റു 1/2 1/4 സൈൻ 2x പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ബൈ 2. അതെന്ത് ചെയ്യുക? ഇവിടെ കൊടുന്ന് കൊടുക്കാം. 1 പ്ലസ് കോസ് 2x ബൈ 2 ഡി എക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? 1/2നെ പുറത്തെടുക്കുക അല്ലേ? ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ഡി എക്സ്. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് അല്ലേ? സം ഓർ ഡിഫറൻസ് റൂൾ വെച്ചിട്ട് നമുക്കിതിനെന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്ലസ് ഇൻ്റഗ്രൽ കോസ് 2x ഡി എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് കോസ് 2x. കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെയല്ല ചെയ്തത് കോസ് 2xൻ്റെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്താ വന്നത്? സൈൻ 2x ബൈ 2 അല്ലേ? സൈൻ 2x ബൈ 2 ഈക്വൽ ടു 1/2 എക്സ് പ്ലസ് 1/4 സൈൻ 2x പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഇതിനെന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലേ? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. സോ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് ടാൻ എക്സ് എന്ന് എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ അതായത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ടാൻ എക്സ് അല്ലേ? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ. ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ട് പാർട്ട് 1 നമ്മളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം? നമുക്കറിയാം സൈൻ 2x ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് കണ്ടൂടെ? എന്താ വരിക? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു 1/2 സൈൻ 2x. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു 1/2 സൈൻ
2x dx. നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്ത് എഴുതാം. 1/2 ഇൻ്റഗ്രൽ സൈൻ 2x dx ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ ഇൻ്റഗ്രൽ സൈൻ 2x dx എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, മൈനസ് കോസ് എക്സ് അല്ലേ. അപ്പോൾ സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2xൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 2. അപ്പോൾ എന്ത് വരും, മൈനസ് 1/4 കോസ് 2x പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. സോ സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ക്യൂബ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതെങ്ങനെയാണ് എഴുതിയത്, സൈൻ സ്ക്വയർ എക്സ് ഇൻ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലേ. ഇതിന്ന് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി കൂടെ. ഇനി എന്ത് ചെയ്യുക, ഇൻറ്റു സൈൻ എക്സ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കാം. ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക, കോസ് എക്സിന് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയാത്തവർ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്താണ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്നാണ്. അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കൊടുത്തൂടെ. അപ്പോൾ ഈ സൈൻ എക്സ് ഡി എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക, ഇൻറ്റു മൈനസ് ഡി യു ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 1 മൈനസ് യു സ്ക്വയർ ഡി യു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലേ. അപ്പോൾ എന്ത് വരും, 1 ഡി യു എന്ന് വരും, അതേപോലെ മൈനസ് യു സ്ക്വയർ ഡി യു എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, യു അല്ലേ, യു മൈനസ് ഇൻ്റഗ്രൽ യു സ്ക്വയർ ഡി യു എന്ന് പറഞ്ഞാലോ യു ക്യൂബ് ബൈ 3. ഇനി നമ്മൾ യുക്ക് എന്താ കൊടുത്തത്, കോസ് എക്സ് എന്നല്ലേ, അതവിടെ കൊടുക്കുക. മൈനസ് കോസ് എക്സ് മൈനസ് കോസ് ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി.